അമിതമായി സംസാരിക്കുന്നവർക്കാണ് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിഗണനയും കിട്ടുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. ശരിക്കും മിതഭാഷണമാണ് നല്ലത്. കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന്റെ നന്മതിന്മകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ അധികമായി സംസാരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, അമിത സംഭാഷണ പ്രിയനാണെങ്കിൽ, നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും അവരെ മനസ്സിലാക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത് സംഭവിക്കുന്ന പരാജയം. രണ്ടാമത് സംഭവിക്കുന്ന തെറ്റ്, നാം അധികമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കും എന്നും ഉള്ളതാണ്. സംഭാഷണത്തിൽ പലപ്പോഴും മിതത്വം പാലിക്കുന്നതാണ് നല്ലത്. എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും നാം നിശബ്ദനായിട്ട് ഇരിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനകരം. ഏതൊക്കെ സന്ദർഭത്തിലാണ് നാം നിശബ്ദത പാലിക്കേണ്ടത്? നമ്മെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, തർക്കിക്കാനും വാദിക്കാനും ഒക്കെ വേണ്ടി വരുന്ന വ്യക്തികളുടെ മുമ്പിൽ അതിന് മുതിരാതെ ഇരിക്കുന്നതാണ് നല്ലത്. ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ എല്ലായിടത്തും വാദിച്ച് ജയിക്കാൻ വേണ്ടി നോക്കും. പറയുന്ന കാര്യത്തിലെ വസ്തുത അവർ കേൾക്കുന്നില്ലെങ്കിൽ, അതായത് നമ്മെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നമുക്ക് വില തരുന്നില്ലെങ്കിൽ, അത്തരം ആൾക്കാരുടെ മുമ്പിൽ വെറുതെ സംഭാഷണം നടത്തി നമ്മളുടെ ഊർജവും സമയവും പാഴാക്കരുത്. രണ്ടാമത് നാം നിശബ്ദത പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പരദൂഷണം പറയുന്ന കൂട്ടായ്മകളിൽ. മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി അവരുടെ സംഭാഷണത്തിൽ പങ്കുചേർന്ന് എന്തെങ്കിലുമൊക്കെ അതിനെ ഒന്ന് നാം പിന്തുണച്ച് സംസാരിച്ചാൽ സംഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. നാളെ ഈ സംഭാഷണം ആരുടെ കുറ്റമാണോ അവിടെ ചർച്ച ചെയ്തത് അത് അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആ സമയത്ത് നാം പറയാത്ത കാര്യങ്ങൾ അവിടെ മറ്റാരെങ്കിലും ആയിരിക്കും പറഞ്ഞത്. അതിൻ്റെ കൂടെ നാം കൂടി ഒരു പിന്തുണ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പേരിലായിരിക്കും അവിടെ എത്തുക. നമ്മുടെ ഒരു നല്ല സുഹൃത്തിനെ നമുക്ക് നഷ്ടപ്പെടാൻ അത്തരം കൂട്ടായ്മകളിൽ നാം ചേർന്ന് നിൽക്കുകയും അഭിപ്രായം പറയുകയും ചെയ്താൽ സംഭവിക്കും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, നമുക്ക് അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത് എന്നുള്ളതാണ്. നമ്മളുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പോലും സംശയം ചോദിക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പലപ്പോഴും നമുക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പോലും അവർ ചോദിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ അവരോട് അറിയില്ല എന്ന് പറയും എന്നുള്ള ചിന്തയിൽ നാം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആശയം പറഞ്ഞു കൊടുക്കരുത്. കുട്ടികളായിക്കൊള്ളട്ടെ, മുതിർന്നവരായിക്കൊള്ളട്ടെ, നമ്മുടെ സഹപ്രവർത്തകരായിക്കൊള്ളട്ടെ, കൂട്ടുകാരായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയും നമുക്കത് അറിയില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ശരിയായ വസ്തുത അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം, ആ വിഷയത്തെപ്പറ്റി പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും ഉത്തമം. അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് അപമാനിതൻ ആകുന്നതിനേക്കാൾ നല്ലത് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നത് തന്നെയാണ്. നാലാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമുക്ക് തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാൻ ശ്രമിക്കുക എന്നത്. പലപ്പോഴും പലരും അതിന് മുതിരാറില്ല. ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത്, ആ ആള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ തെറ്റല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ നമ്മൾ പല ഉദാഹരണങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരി ഒക്കെ നാം ശ്രമിക്കാറുണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിലുള്ള നമ്മളുടെ വില കുറയ്ക്കുന്ന കാര്യമാണ്. തെറ്റ് സംഭവിച്ചാൽ അവിടെ നാം അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആകെ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു വാക്ക് സോറി മാത്രമാണ്. ഏറ്റവും അവസാനമായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കോപിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ. അവിടെയും നമുക്ക് നിശബ്ദതയാണ് നല്ലത്. കാരണം നാം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നാം ആരോടാണോ സംസാരിക്കുന്നത് അവരോടുള്ള സ്നേഹബന്ധത്തിന് തടസ്സമുണ്ടാക്കുന്നവ ആയിപ്പോകും. അങ്ങനെ വൈകാരികമായി നാം ഒരു പ്രത്യേക അവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിലും നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത്. ഏറ്റവും ഒരു മാനസികമായി ബലമുള്ള വ്യക്തിക്ക് മാത്രമേ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ള വ്യക്തികളോട് മാത്രം സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരുടെ പ്രശ്നം എവിടെയാണ്, ആരോടാണ്, എന്താണ് എന്ന് പറയുന്നതെന്നറിയാതെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അത്തരം സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ വ്യക്തിത്വം കൂടുതൽ ശോഭയോടെ നിലനിൽക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സംഭാഷണത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും സാധിക്കും.